ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ 5th ചാപ്റ്റർ അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. എക്സസൈസ് 5.3യിലെ 4th ക്വസ്റ്റ്യൻ മുതലാണ് ഇന്ന് ചെയ്യുന്നത്. 4th ക്വസ്റ്റ്യൻ: ഹൗ മെനി ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ 9, 17, 25 etc. must be taken to give a sum 636. ഈ പ്രോഗ്രഷൻ്റെ ഫസ്റ്റ് ടേം A is equal to 9. അതുപോലെ D is equal to സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം, അതായത് 17 മൈനസ് 9 ഈക്വൽ ടു 8. അതുപോലെ N അറിയില്ല, ഹൗ മെനി ടൈംസ് N ആണ് ചോദിച്ചേക്കുന്നത്. മസ്റ്റ് ബി ടേക്കൺ ടു ഗിവ് എ സം ഓഫ് 636. അപ്പോൾ SN അറിയാം, SN is equal to 636. N is equal to ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് അറിയാവുന്നത് N അറിയില്ല, N കണ്ടുപിടിക്കണം. SN സം ആണ് അറിയാം. അപ്പോൾ സമ്മിൻ്റെ ഇക്വേഷൻ SN is equal to n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു D. അപ്പോൾ ഇവിടെ ഇനി ഇതിന് വാല്യൂ അറിയാവുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എൻ്റെ വാല്യൂ അറിയില്ല, അപ്പോൾ n/2 ഇൻറ്റു 2a, എയുടെ വാല്യൂ നമുക്കറിയാം. അപ്പോൾ 2 ഇൻറ്റു 9 പ്ലസ് n-1 ഇൻറ്റു D അറിയാം 8 ഈക്വൽ ടു 636 ആണ്. ഇനി n/2 ഇൻറ്റു 2 ഇൻറ്റു 9 18 പ്ലസ് 8 ഇൻറ്റു n 8 ഇൻറ്റു -1, അതായത് 8n മൈനസ് 8 ഈക്വൽ ടു 636 ആണ്. n/2 ഇൻറ്റു 8, ഇവിടെ 18 ഉണ്ട്, -8 ഉണ്ട്. അപ്പോൾ അത് മൈനസ് ചെയ്ത് നമുക്ക് 8n പ്ലസ് 10 എന്ന് കിട്ടും, ഈക്വൽ ടു 636 ആണ്. നമുക്കിവിടെ രണ്ടും ഈവൻ നമ്പേഴ്സ് ആണ്, നമുക്ക് ഇതിനെ കട്ട് ചെയ്യാം. മുമ്പ് പല ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കട്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് ടേമിനെയും കട്ട് ചെയ്യണം. അപ്പോൾ n ഇൻറ്റു നമുക്കിവിടെ 8n രണ്ടും കൊണ്ട് കട്ട് ചെയ്താൽ 4n പ്ലസ് 5 കിട്ടും, ഈക്വൽ ടു 636 ആണ്. ഇനി നമുക്ക് ഇതിനെ എന്നിനെ ഈ 4n പ്ലസ് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇക്വേഷൻ ആക്കാം. അപ്പോൾ n ഇൻറ്റു 4n 4n സ്ക്വയർ പ്ലസ് 5n, ഈ 636നെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റാം. -636 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് n ഉൾപ്പെടുന്ന ഒരു ഇക്വേഷനായി. ഈ ഇക്വേഷനെ സോൾവ് ചെയ്താൽ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷനായി. ആ ഇക്വേഷനെ സോൾവ് ചെയ്താൽ നമുക്ക് n-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. നമുക്ക് n ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ n is equal to -b plus or minus square root of b square minus 4ac all divided by 2a. ക്വാഡ്രാറ്റിക് ഫോർമുല എഴുതി. ക്വാഡ്രാറ്റിക് ഇക്വേഷനുള്ള ചാപ്റ്ററിൽ ഇത് വിശദമായി ചെയ്തിട്ടുണ്ട്, ഈ മോഡൽ കണക്ക്. അപ്പോൾ ഈ കണക്കിൽ നമുക്ക് വാല്യൂസ് കൊടുക്കാം. ഈക്വൽ ടു -b, ഇവിടെ ബിയുടെ വാല്യൂ 5 ആണ്. അപ്പോൾ -5 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ, അതായത് 5 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ. എന്ന് പറയുന്നത് ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ അല്ല, ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ എ ഫസ്റ്റ് ടൈം. ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c എന്നുള്ള ഫോമിലെ ഇതിനകത്തെ ഈ 4 ആണ് ഇവിടുത്തെ എ. അപ്പോൾ 4ac 4 ഇൻറ്റു എ ഇൻറ്റു, അതായത് ഇത് 4 ഇൻറ്റു സി യുടെ -636 ആണ്. -636 ഡിവൈഡഡ് ബൈ 2a, 2 ഇൻറ്റു ഈക്വൽ ടു -5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 25. ഇനി ഇവിടെ 4 ഇൻറ്റു 4 ഇൻറ്റു -636 ആണ്. ഇവിടെ മൈനസ് ഉണ്ട്, മൾട്ടിപ്ലൈ ഇവിടെ മൈനസ് ആണ്, മൈനസ് ഓഫ് മൈനസ് പ്ലസ് വരും. 25 പ്ലസ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 10,176 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4 8 ഈക്വൽ ടു -5 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ഇതിനെ ആഡ് ചെയ്താൽ 10,201 ഡിവൈഡ് ബൈ 8 ഈക്വൽ ടു -5 പ്ലസ് ഓർ മൈനസ് ഇതിൻ്റെ റൂട്ട് കാണുന്ന വഴി. ഇപ്പം ഞാൻ റൂട്ട് ചെയ്യുന്ന വഴി ചെയ്യുന്നില്ല,
ഇങ്ങനെയുള്ള നമ്പേഴ്സിൻ്റെ റൂട്ട് സാധാരണ ഒരു 30 വരെയൊക്കെ നമ്മൾ ബൈഹാർട്ട് ചെയ്യുന്നുണ്ടാവും. ഇതിനപ്പുറത്തേക്കുള്ള നമ്പറിൻ്റെ റൂട്ടും ആണ്. സ്ക്വയർ റൂട്ട് കാണുന്ന വഴി മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് വിശദമായിട്ട്. അവിടെ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഇനി സംശയം വന്നാൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് നോക്കുക. അപ്പോൾ സ്ക്വയർ റൂട്ട് കാണുന്ന വഴി, അതായത് ഡിവിഷൻ മെത്തേഡിലാണ് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കുന്നത്. അത് ഇതിനെ 2 ഗ്രൂപ്പുകളാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 2 നമ്പേഴ്സ് വീതമുള്ള ഗ്രൂപ്പുകളാക്കി തിരിച്ച്. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഗ്രൂപ്പ് കിട്ടും. അതിനകത്ത് നമുക്ക് ഇതിൻ്റെ റൂട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന റൂട്ട് 101 ആണ്. 101 ഡിവൈഡ് ബൈ 8. അപ്പോൾ ഇവിടെ -5 പ്ലസ് 101 ഡിവൈഡ് ബൈ 8 ഓർ -5 പ്ലസ് 105 മൈനസ് 101 ഡിവൈഡ് ബൈ 8 ഈക്വൽ ടു -5 പ്ലസ് 101. അപ്പോൾ 96 ഡിവൈഡ് ബൈ 8 ഈക്വൽ ടു 12 എന്ന് കിട്ടും. ഓർ ഇവിടെ -106 ഡിവൈഡ് ബൈ 8. ഇത് നമുക്ക് വേണ്ട, കാരണം n എന്ന് പറയുന്നൊരു നമ്പറാണ്, എണ്ണമാണ്. അപ്പോൾ അതൊരിക്കലും മൈനസ് ആവില്ല. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ഇവിടെ n ഈസ് ഈക്വൽ ടു 12 ആണ്. എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. n ഈസ് ഈക്വൽ ടു 12 നമുക്ക് കിട്ടി. ഈ മൈനസ് വാല്യൂ എടുക്കില്ല, കാരണം നമ്പർ ഓഫ് ടേംസ് ഒരിക്കലും മൈനസ് കിട്ടൂല. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും നീളം, വീതി, അങ്ങനെ ലെന്തൊക്കെ വന്നാലും അതും ലെന്ത് വന്നാലും മാസ് വന്നാലൊന്നും അത് മൈനസ് ആവാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മൈനസ് വാല്യൂ എടുക്കൂല. അതുകൊണ്ട് ഇവിടെ n ഈസ് ഈക്വൽ ടു 12 മാത്രം എടുത്തു. ഇനി ഇതിലെ 5th ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഈസ് 5. ദ ലാസ്റ്റ് ടേം ഈസ് 45 ആൻഡ് ദ സം ഈസ് 400. ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേംസ് ആൻഡ് ദ കോമൺ ഡിഫറൻസ്. ഇവിടെ n കണ്ടുപിടിക്കണം, d കണ്ടുപിടിക്കണം. ശരി, നോക്കാം. ഇവിടെ ഫസ്റ്റ് ടേം a ഈസ് ഈക്വൽ ടു 5 ആൻഡ് ലാസ്റ്റ് ടേം l ഈക്വൽ ടു, അല്ലെ നമ്മൾ a n എടുക്കുന്നത് ആണ് ഈ ലാസ്റ്റ് ടേം. l ഈക്വൽ ടു അല്ലെങ്കിൽ a n ഈക്വൽ ടു 45 ആൻഡ് ദ സം ഈസ് 400. Sn ഈക്വൽ ടു 400. ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേംസ് ആൻഡ് കോമൺ ഡിഫറൻസ്. n ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു, d ഈക്വൽ ടു അതും ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. അപ്പോൾ നമുക്കിവിടെ അറിയാവുന്നത് Sn അറിയാം, an അറിയാം. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. nth ടേമിൻ്റെ ഇക്വേഷൻ, അതുപോലെ സമ്മിൻ്റെ ഇക്വേഷൻ. ഇവിടെ ചിന്തിക്കേണ്ട കാര്യം, an ഈസ് ഈക്വൽ ടു 45 തന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് a മാത്രമേ അറിയുള്ളൂ. d അറിയാമെങ്കിൽ അവിടെ നിന്നും നമുക്ക് n കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇക്വേഷൻ ഉണ്ടാക്കി വെക്കാനേ പറ്റുള്ളൂ. ഇനി സമ്മിൻ്റെ ഇക്വേഷനാണ് നമ്മൾ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സം അറിയാം, അതുപോലെ നമുക്ക് ഫസ്റ്റ് ടൈം അറിയാം, ലാസ്റ്റ് ടൈം അറിയാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് n പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സാധാരണ പെട്ടെന്ന് ചെയ്യുക, ഫസ്റ്റ് a n തന്നിട്ട് നമ്മൾ a n ആയിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുക. ഇവിടെ ഇപ്പോൾ Sn ചെയ്യുന്നതാണ് എളുപ്പം. a n ചെയ്താലും കുഴപ്പമില്ല, നമ്മൾ ഇക്വേഷനാക്കി അവിടെ വെച്ചിട്ട് വീണ്ടും അടുത്ത ഇക്വേഷൻ ചെയ്യുമ്പോഴേ n-ൻ്റെ വാല്യൂ കിട്ടുള്ളൂ. ഇനി അല്ല പെട്ടെന്ന് a n ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല, അത് വെച്ചിട്ട് അടുത്ത സ്റ്റെപ്പിൽ ഒന്നുകൂടെ ചെയ്യണമെന്നേ ഉള്ളൂ. നമുക്ക് ആദ്യം ഇവിടെ Sn-ൻ്റെ ഇക്വേഷൻ കൊടുക്കാം. Sn സം ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും അറിയാവുന്നതുകൊണ്ട് നമുക്കിവിടെ ഡിയുടെ ആവശ്യമില്ല. a പ്ലസ് an അല്ലെങ്കിൽ a പ്ലസ് l ഈക്വൽ ടു n അറിയില്ല, n/2 ഇൻറ്റു a നമുക്കറിയാം, എയുടെ വാല്യൂ കൊടുക്കാം. a ഈസ് ഈക്വൽ ടു 5 ആണ്. അപ്പോൾ 5 പ്ലസ് 45 ഈക്വൽ ടു നമുക്ക് 400 ആണെന്ന് അറിയാം. 400 കൊടുത്തു. ഇനി ഈക്വൽ ടു n/2 ഇൻറ്റു 5 പ്ലസ് 400 50 ആണ്. 50 ഈക്വൽ ടു 400 ആണ്. നമുക്ക് ഇതിനെ കട്ട് ചെയ്യാം, 15 2നെ കട്ട് ചെയ്യാം. അപ്പോൾ n ഇൻറ്റു 25 ഈക്വൽ ടു 400 ആണ്. therefore n ഈസ് ഈക്വൽ ടു 400 ഡിവൈഡഡ് ബൈ 25 ഈക്വൽ ടു 25 16 നമുക്ക് ആൻസർ കിട്ടി. നമുക്ക് n ഈസ് ഈക്വൽ ടു 16 എന്ന് കിട്ടി. ഇനി നമുക്കത് a-ൻ്റെ ഇക്വേഷൻ കൊടുക്കാം. l ഈസ് ഈക്വൽ അല്ലെങ്കിൽ a n ഈസ് ഈക്വൽ ടു a പ്ലസ് n-1 ഇൻറ്റു d ആണ്. അതായത് ഇവിടെ നമുക്ക് n-ൻ്റെ വാല്യൂ അറിയാം. അപ്പം a n എന്ന് പറയുന്നത് a 16 ആണ്. ഈക്വൽ ടു എയുടെ വാല്യൂ 5 ആണ്. 5 പ്ലസ് n-1 ഇൻറ്റു d, അതായത് 16 മൈനസ് 1 ഇൻറ്റു d. അപ്പോൾ 15d ഈക്വൽ ടു 45 ആണ്. 5 പ്ലസ് 15d ഈസ് ഈക്വൽ ടു 45. നമുക്ക് 5 അപ്പുറത്തേക്ക് ഉണ്ടാവും. അപ്പോൾ
15D is equal to 45 minus 5. 15D is equal to 40. Therefore, D equal to 40 by 15 equal to 5 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ 8 by 3. നമുക്കിവിടെ n is equal to 16. അതുപോലെ D is equal to 8 by 3 എന്നും n is equal to 16 എന്നും നമുക്ക് ആൻസർ കിട്ടി. ഇനി ഇതിലെ 6th question. The first and last terms of an arithmetic progression are 17 and 350 respectively. If the common difference is 9, how many terms are there and what is their sum? The first and the last term of an AP arithmetic progression are 17 and 350 respectively. First നമുക്ക് എഴുതാം. A is equal to 17 ആണ്. അതുപോലെ ലാസ്റ്റ് ടേം എൽ എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എ എൻ എന്ന് എഴുതാം. എൻ ഈക്വൽ ടു 350 ആണ്. ഇഫ് ദ കോമൺ ഡിഫറൻസ് ഈസ് 9, ഡി ഈക്വൽ ടു 9 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൗ മെനി ടേംസ് ആർ ദെയർ ആൻഡ് വാട്ട് ഈസ് ദെയർ സം? എൻ ഈക്വൽ ടു എത്ര, അതുപോലെ എസ് എൻ ഈക്വൽ ടു എത്ര, ഇത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാവുന്ന കാര്യം, ഇക്വേഷൻ എടുക്കാൻ പറ്റുന്ന കാര്യം nth ടേമിൻ്റെ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ, എ എൻ ആണ്. ഡി നമുക്കറിയാം, എ നമുക്കറിയാം. അപ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് ഡയറക്റ്റ് വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ എ എൻ്റെ ഇക്വേഷൻ എ എൻ ഈസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആണ്. ഈക്വൽ ടു എ 17 ആണ്. 17 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി 9, അത് ഈക്വൽ ടു 350 ആണെന്നറിയാം. ഇനി എൻ മൈനസ് 1 ഇൻറ്റു 9 ഈക്വൽ ടു ഈ 350 ഇവിടെയുണ്ട്, 17 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 350 മൈനസ് 17, 50 നിന്ന് 17 കുറച്ചാൽ ഈക്വൽ ടു 333. അപ്പോൾ എൻ മൈനസ് 1 ഈക്വൽ ടു ഇവിടെ 9 മൾട്ടിപ്ലൈ ആണ്. ഇപ്പോൾ 333 ഡിവൈഡ് ബൈ 9 ഈക്വൽ ടു 37. എൻ ഈസ് ഈക്വൽ ടു 37 പ്ലസ് 1, ഈ മൈനസ് 1 അപ്പുറത്തേക്ക് പോയി, ഈക്വൽ ടു 38. നമുക്ക് ഇവിടെ എൻ ഈസ് ഈക്വൽ ടു 38 എന്ന് കിട്ടി. എൻ കിട്ടി. ഇനി നമുക്ക് എസ് എൻ വേണം. എസ് എൻ ഈസ് ഈക്വൽ ടു n by 2 ഇൻറ്റു, ഇനി ഏത് ഇക്വേഷൻ എഴുതാനും ചിന്തിക്കാം. ഫസ്റ്റ് ടൈം അറിയാം, ലാസ്റ്റ് ടൈം നമുക്കറിയാം. അപ്പോൾ പിന്നെ 2a പ്ലസ് n മൈനസ് 1 2d എന്നുള്ള ഇക്വേഷനിലേക്ക് പോകേണ്ട കാര്യമില്ല, നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. എ പ്ലസ് എൽ അല്ലെങ്കിൽ എ പ്ലസ് എ എൻ ഈക്വൽ ടു n നമുക്കറിയാം 38 ആണ്. 38 ഡിവൈഡ് ബൈ 2 ഇൻറ്റു എ 17 ആണ്. 17 പ്ലസ് എ എൻ 350 ആണ്. ഈക്വൽ ടു 19 ഇൻറ്റു 367 ഈക്വൽ ടു 6,973 ആണ് നമുക്ക് എസ് എൻ കിട്ടുന്നത്, സമ്മ കിട്ടുന്നത്. അപ്പോൾ n ഈസ് ഈക്വൽ ടു 38, എസ് എൻ ഈസ് ഈക്വൽ ടു 6,973 എന്ന് നമുക്ക് ആൻസർ കിട്ടി.